ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ എന്തില്ല? ജീവിതമില്ലെന്നാണ്. ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ ജീവിത വിജയത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? വിശ്വാസമാണ്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. ഫസ്റ്റ് ഓഫ് ആൾ അതാണ് വേണ്ടത് കേട്ടോ. ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ആദ്യം വേണ്ടത് അതാണ്. പിന്നീട് അതിനുള്ള മാർഗങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ ആരായുക, അല്ലെങ്കിൽ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ജീവിത വിജയത്തിനായിട്ട് നമ്മൾ ഒരിക്കലും തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുവാൻ പാടില്ല കേട്ടോ. ജീവിത വിജയത്തിനായിട്ട് എല്ലായ്പ്പോഴും നല്ല മാർഗങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ജീവിത വിജയത്തിനായിട്ട് നല്ല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ജീവിത വിജയത്തിനായിട്ട് എന്ത് ചെയ്യുക? അധ്വാനിക്കുക കേട്ടോ. അധ്വാനിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അമിതമായ അധ്വാനം എന്ത് ചെയ്യുന്നു? ശാരീരിക ആരോഗ്യത്തെ തകർക്കുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് അമിതമായ അധ്വാനിക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് കഴിയുന്ന ജോലികൾ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ജോലികൾ ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക കേട്ടോ. അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തളർന്നു പോകാതെ, പ്രതിസന്ധികൾ ഉണ്ടാവും, ജീവിതമാണ്, പ്രതിസന്ധികളുടെ കൂടാണ്. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ. അത് വേണം കേട്ടോ, പരിശ്രമം വേണം. ജീവിതത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിച്ചവരാണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ വിജയിച്ചവരാണോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ നമ്മളൊക്കെ നേരിട്ടവരാണ്. അപ്പോൾ നമ്മൾക്കൂടൊക്കെ ചോദിക്കുക, ജീവിതത്തിൽ വിജയിച്ചവരാണോ നമ്മളൊന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ. അത് വേണം. അതുപോലെ എന്നാൽ കഠിനാധ്വാനം ചെയ്യണം. ജീവിത വിജയത്തിനായിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്നാണ്. പക്ഷേ അമിതമായ അധ്വാനം ചിലപ്പോൾ എന്ത് ചെയ്യും? ആരോഗ്യത്തെ തകർക്കുമെന്നാണ്. അതുകൊണ്ട് അമിതമായിട്ട് അധ്വാനം കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ എന്ത് ചെയ്യുക? പറ്റുന്ന ജോലികൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരുമോ? അപ്പം അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പലർക്കും എന്തുണ്ടാവും? നിരാശയുണ്ടാവും. അപ്പം നിരാശപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് പരിശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള കഴിവുകൾ ഉണ്ടാവും. അപ്പം ഈ കഴിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ എന്ത് ചെയ്യുക? വളരുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എളുപ്പമാണ്. പണ്ടത്തെ ഒരു കാലഘട്ടം പോലല്ല. ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഇപ്പം എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അത് ലോകത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. പക്ഷെ പണ്ടങ്ങനെയല്ല. പണ്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ഒരു കാലഘട്ടമല്ല. അപ്പം ഇന്ന് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച പ്രാപിക്കാൻ പെട്ടെന്ന് കഴിയും. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പെട്ടെന്ന് വളരുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചാൽ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പം ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ വിശ്വാസമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഒരു ദേവാലയത്തിൽ പോകുന്ന വ്യക്തിക്ക് അവിടെയുള്ള ദൈവത്തിൽ വിശ്വാസമില്ല എങ്കിൽ അയാൾ അവിടെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ ആരാധനാലയങ്ങളിൽ ലഭിക്കുന്ന എന്താണ്? ആ ശുഭാപ്തി വിശ്വാസം, ശുഭപ്രതീക്ഷകളാണ്. അപ്പം ദൈവത്തിൽ വിശ്വാസമില്ലാത്തൊരാൾ ആരാധനാലയങ്ങളിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ നിങ്ങൾക്കൊരു ചെറിയ പനി വന്നാൽ പോലും, പനി വന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നു എന്നിരിക്കട്ടെ. അപ്പം ആ നിമിഷം നിങ്ങൾക്ക് ആ ഡോക്ടറിൽ ഒരു വിശ്വാസമില്ല എങ്കിൽ അദ്ദേഹം ഇനി എത്ര പ്രഗത്ഭനായ ഡോക്ടറായാലും അദ്ദേഹം തരുന്ന മെഡിസിൻ കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖം ഭേദമാകാൻ പ്രയാസമാകും. മറിച്ച് നിങ്ങൾക്ക് ആ ഡോക്ടറിൽ നല്ല വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യുമ്പോൾ, അദ്ദേഹം നിങ്ങളെ കൺസൾട്ട് ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്യും? പകുതി അസുഖം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. പിന്നീട് ഒരു ഡോസ് മരുന്ന് കഴിയുമ്പോഴത്തേക്കും അസുഖം മാറും കേട്ടോ. അങ്ങനെ നമുക്ക് ഏത് കാര്യത്തിലൊരു വിശ്വാസം ഉണ്ടാകണം, നല്ല വിശ്വാസം ഉണ്ടാക്കണം ജീവിതത്തിൽ. ജീവിതത്തെ
ജീവിതം ഞാൻ പറഞ്ഞല്ലോ, കടന്നു പോകുന്ന ഒരു നിമിഷവും ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്നതല്ല. അപ്പം ജീവിതത്തിലെ ഓരോ നിമിഷവും മനോഹരമാക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക കേട്ടോ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുകയുള്ളൂ. അത് വേറെ കാര്യം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ജീവിതത്തെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ജീവിതം എന്ത് ചെയ്യും, ജീവിതം പൊട്ടിത്തകർന്നു പോകും കേട്ടോ. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ജീവിതത്തിൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ പ്രിപ്പയർ ചെയ്ത് ജീവിക്കാൻ കഴിയുകയില്ല കേട്ടോ. പ്രിപ്പയറായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. കാരണം നദിയിലെങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തുക, അതേപോലെ ഒരു രീതിയാണ് നമ്മൾ ജീവിതത്തിൽ അവലംബിക്കേണ്ടത്. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക കേട്ടോ. നന്മയിലൂടെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിനായിട്ട് തെറ്റായ മാർഗങ്ങളോ അല്ലെങ്കിൽ തിന്മയോ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ ജീവിത വിജയത്തിനായിട്ട് തിന്മ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ തെറ്റായ മാർഗം തിരഞ്ഞെടുത്തു എന്ന് ഇരിക്കട്ടെ, അത് ചിലപ്പോൾ തിന്മ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റായ മാർഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, അത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ദോഷമായിട്ട് മാറും കേട്ടോ. അങ്ങനെയുള്ള ഒരു നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ഒരു ഉറുമ്പിന് പോലും എന്തായി മാറരുത്, ഉപദ്രവമായി മാറരുതെന്നാണ്. നമ്മൾ ചെയ്ത ചെറിയ പ്രവൃത്തികൾ പോലും മറ്റൊരാൾക്ക് നന്മയായി മാറണേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് കേട്ടോ. അതുപോലെ നല്ലതും ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്ന് ഞാൻ പറഞ്ഞു. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഈ സത്യപ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കട്ടെ.